ഹരേ കൃഷ്ണ, നമസ്തേ. ജ്യോതിഷ കൈരളിയിലേക്ക് സുസ്വാഗതം. നമ്മൾ ഇന്ന് നമ്മുടെ 2026 വിഷുഫലമാണ് ചർച്ച ചെയ്യുന്നത്. 2026 വിഷുഫലം എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനമായും നമ്മൾ കണക്കിലെടുക്കേണ്ടത്, വിഷു എന്ന് പറയുമ്പോൾ ആദിത്യൻ ഉച്ചനായിട്ട് വരുന്ന ഒരു സമയത്തെയാണ് നമ്മൾ വിഷുഫലമായിട്ട് എടുക്കുന്നത്. അതായത് നമ്മുടെ ജാതകാൽ നമുക്ക് എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ജാതകാൽ നമുക്ക് ഏറ്റവും കൂടുതൽ അനുഭവ ഗുണം, നമ്മുടെ ജീവിതത്തിൽ ഭാഗ്യങ്ങളെ അനുഭവത്തിൽ എത്തിക്കുന്നത് വ്യാഴവും ആദിത്യനുമാണ്. ആ ആദിത്യൻ ഉച്ചനായിട്ട് വരികയാണ്. കുംഭക്കൂറുകാരുടെ ഈ വർഷത്തെ വിഷുഫലം പറയുമ്പോൾ, കുംഭത്തിന് അവിട്ട അവസാനത്തെ 2 പാദം, 3, 4 പാദം, ചതയം, പൊരുട്ടാതിയുടെ 3/4, 1, 2, 3 പാദങ്ങൾ ചേരുന്ന കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ഈ വിഷുഫലം വളരെ നല്ലതാണ്. അതിൻ്റെ കാരണം, പൊതുവിൽ 7.5 ശനി ഉണ്ടായിരുന്നത് തീർന്നു വരുന്നേ ഉള്ളൂ. അതേസമയം നമ്മുടെ 7 നിവൃത്തി സ്ഥാനത്ത് കേതു നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഒരു ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം പിന്നെ പ്രത്യേകിച്ചും ഈ ജാതകാൽ പലർക്കും ഇപ്പോൾ ശനിദശയോ അല്ലെങ്കിൽ കേതുദശയോ ഒക്കെ നടക്കുകയാണെങ്കിലും സമയം അത്ര നല്ലതാണെന്ന് പറയാൻ പറ്റില്ല. ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു പ്രധാന കാര്യം, ഇപ്പം നമുക്ക് ഈ വരുന്ന വ്യാഴം 5-ലുള്ളതിൻ്റെ ഒരു ഗുണമുണ്ട്. കുറച്ച് നമുക്ക് ജീവിതം മാറ്റം വന്ന ഒരു സമയമാണ് ഗുണകരമായിട്ട്. അതിലൊന്നുകൂടി ഗുണകരമായിട്ട് മാറ്റം വരുന്ന സമയം വരികയാണ്. അതായത് ഈ വരുന്ന ജൂൺ മുതൽ വ്യാഴം ഉച്ചനായിട്ട് നമ്മുടെ ജീവിതത്തിൽ വ്യാഴം അനുഗ്രഹിക്കുകയാണ്. തീർച്ചയായിട്ടും 6-ലാണെങ്കിൽ കൂടി പലവിധമായ വഴികളിലൂടെ ധനവും ഐശ്വര്യം വരാനുള്ള യോഗം ഉണ്ടാവും. പല വിധത്തിലുള്ള അനുഗ്രഹങ്ങൾ വരും. സന്താനങ്ങൾക്ക് ഗുണവും ശ്രേയസ്സും വരും. സന്താനങ്ങൾക്ക് ജോലി കിട്ടും. കർമ്മത്തിൽ അവർ വിജയിക്കും. അതുപോലെ തന്നെ നിങ്ങൾ പ്ലാൻ ചെയ്തിരുന്ന ബിസിനസ് പദ്ധതികളൊക്കെ നടപ്പിലാക്കാനുള്ള അവസരം തേടി വരും. അപ്രതീക്ഷിത ധനലാഭം വരും. അതായത് അപ്രതീക്ഷിത ധനലാഭം എന്ന് പറയുമ്പോൾ നമ്മൾ അധ്വാനിക്കാതെ പെട്ടെന്ന് കുറച്ച് കാശ് വരിക. അതിന് നമ്മൾ പറയുന്നത് ഊഹ കച്ചവടങ്ങളിലൂടെയോ അല്ലെങ്കിൽ നമ്മൾ പറയും ലോട്ടറി ഭാഗ്യം ഒരു അപ്രതീക്ഷിത ധനഭാഗ്യമാണ്. പക്ഷേ അതിലൂടെ ആരും കോടീശ്വരാകുമെന്ന് ഞാൻ പറയുന്നില്ല. എങ്കിലും നമ്മൾ അതിനു വേണ്ടി പരിശ്രമിക്കാതെ വല്ലപ്പോഴും യാത്ര ചെയ്യുമ്പോൾ, ഒരു 2-3 മാസത്തിൽ ഒരിക്കലും എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഒരു ടിക്കറ്റ് എടുത്താൽ ചിലപ്പോൾ യാദൃച്ഛികമായി ചില ചെറിയ ഭാഗ്യങ്ങൾ നമ്മളെ തേടി അതിൽ വരാം. അതുപോലെ നമുക്ക് ഫ്യൂച്ചറിലേക്ക് നമുക്ക് എന്തെങ്കിലും പദ്ധതികൾ ഇട്ടാൽ അത് ധനപരമായിട്ട് ഉയർന്നു വരും. ബിസിനസ്സിൽ പുതിയ പദ്ധതികളോ വിജയിക്കാനുള്ള പുതിയ പ്ലാനുകളോ ഒക്കെ നടപ്പിലാക്കാം. ഫിനാൻസ് പാർട്ണറെ തേടിയാൽ കിട്ടും. അതുപോലെ തന്നെ ഈ കുംഭക്കൂറുകാർക്ക് കഴിഞ്ഞ കുറേ കാലമായിട്ടുണ്ടായിരുന്ന, പ്രത്യേകിച്ച് സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് നിന്നവർക്ക്, കലാകാർക്ക് ഒരുപാട് വെല്ലുവിളികൾ നേരിട്ട കാലമാണ്. അത് മാറുകയാണ്. നിങ്ങൾക്ക് പുതിയ അവസരങ്ങളും അനുയോജ്യമായ ചില അനുഗ്രഹങ്ങളും തേടി വരും. അതേസമയം വിവാഹം, ഇഷ്ടപ്പെട്ട സുഹൃത്തുക്കൾ, ആത്മബന്ധുക്കൾ, പ്രണയം, ഇതിലൊക്കെ ചെറിയ തടസ്സങ്ങളും അകൽച്ചയും വരാൻ സാധ്യതയുണ്ട്. അതൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല. ഇതെല്ലാം ഒരു ഡിസംബർ കഴിയുമ്പോൾ മാറി വരും. അതുവരെ നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ തൽക്കാലത്തേക്ക് ഉണ്ടാകുന്ന അത്തരം ബ്ലോക്കുകൾ ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട്, നന്മയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് തന്നെ കരുതണം. അതായത് നമ്മളെ ജീവിതത്തിൽ വരുന്ന എല്ലാ നല്ല കാര്യങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കുന്ന പോലെ തന്നെ ചില അനിഷ്ടങ്ങൾ വരുമ്പം വിചാരിക്കണം, ആ പ്രപഞ്ചശക്തി നമുക്ക് എന്തോ വലിയ നല്ല കാര്യങ്ങൾ തരാനിരിക്കുന്നു, അതിനുള്ളൊരു മാറ്റമാണെന്ന് ചിന്തിക്കുക. അപ്പോൾ എന്തായാലും നമ്മൾ ഇനി അങ്ങോട്ട് സമയം നല്ലതായി ഒരു ഗുണകരമായിട്ട് വരുന്നത് കൊണ്ട് നമ്മൾ ചെയ്യേണ്ട പ്രധാന കാര്യം ആത്മീയമായിട്ട് കുറച്ച് ഉയർച്ചയ്ക്കുള്ള കാര്യങ്ങൾ, അതായത് ജപം, ധ്യാനം, ചില തീർത്ഥാടനങ്ങൾ, ക്ഷേത്ര അല്ലെങ്കിൽ അതുപോലെ ആരാധനാലയ വിസിറ്റുകളൊക്കെ നടത്തണം. അതുപോലെ തന്നെ പഴയ പിണങ്ങിയിരുന്ന ആൾക്കാരുമായിട്ടൊക്കെ പിണക്കം തീർക്കുക, എല്ലാവരെയും നല്ലതുപോലെ സ്നേഹിച്ച് മുന്നോട്ട് പോവുക. കാരണം ഈശ്വരൻ നമുക്ക് നല്ലത് കൊണ്ടുവരുമ്പോൾ അത് സ്വീകരിക്കണമെങ്കിൽ നമ്മളും പോസിറ്റീവായി തന്നെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും വേണം. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ട് വരുന്ന ചില ഭാഗ്യങ്ങളും ചില അനുഗ്രഹങ്ങളും വരുമ്പോൾ അതിൽ നമ്മൾ അഹങ്കരിക്കാതെ അപ്പോഴും നമ്മൾ ദൈവാധീനത്തോടെ ഏറ്റവും വിനയത്തോടെ മുന്നോട്ട് പോവുക. ഈ വർഷം നിങ്ങൾക്ക് വളരെ നല്ലതാണ്. ഈ വിഷുഫലം നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകും. എൻ്റെയും പ്രാർത്ഥനയുണ്ട്. സബ്സ്ക്രിപ്ഷനും ലൈക്കും തന്ന് നമ്മുടെ വീഡിയോകൾ നന്നായിട്ട് ഷെയർ ചെയ്യുന്ന നിങ്ങളോട് എങ്ങനെയാണ്
പ്രത്യേകിച്ച് നന്ദി പറയേണ്ട കാര്യമല്ല. കാരണം എൻ്റെ പ്രാർത്ഥനയിലുണ്ട് നമ്മളൊരു കുടുംബമായിട്ട് മുന്നോട്ട് പോകണം. എങ്കിലും ആ പ്രപഞ്ചശക്തിയുടെ പേരിൽ എല്ലാത്തിനും നമ്മൾ നന്ദി പറയുന്നു. ഹരേ കൃഷ്ണ. നന്നായി വരും.